ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു. ഞാനും സുഖമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അമ്മയുടെ ഒരു ചമ്മന്തിപ്പൊടിയുടെ വീഡിയോ ആട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ എല്ലാവരും പോയി കണ്ടുവരണം. നമ്മൾ കൂടുതലും വോയിസ് ഓവർ കൊടുത്തിട്ടില്ല, വോയിസ് തന്നെയായിട്ട് എടുത്തേക്കണം. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ കാണുമോ, നിങ്ങൾ ക്ഷമിച്ചേക്കണം. കുഞ്ഞു വ്ളോഗാട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടുപോകാൻ നമ്മുടെ ചെറിയ ചെറിയ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കും ഞാൻ വിചാരിക്കണം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു കേട്ടോ. വേപ്പില, മല്ലി അല്ല പുതിന, ഇഞ്ചി, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്. എത്ര മതിയോ? ബാക്കി ശരിയാക്കുമ്പോൾ വിളിക്കാം. ഇതിന് എണ്ണ ഇല്ലാത്ത ചമ്മന്തിയാണ്. ആദ്യം തന്നെ ഇടണ്ടേ? ആദ്യം കടലപ്പരിപ്പ് ഇടുക. പൊട്ടുകടലയാണോ? അല്ല, പൊട്ടുകടലയാണോ? ഇത്തിരി ആയി വരുമ്പോൾ ഉഴുന്നിടും. കേട്ടോ. കുറച്ച് എണ്ണ ഒഴിക്കണം ഗൈസ്. എന്നിട്ട് തേങ്ങ ഇടുക. കുരുമുളക് ഒന്നും ഇടണ്ടേ? കുരുമുളക് ഇടണം. കുരുമുളക് ഇടുക. ഓരോന്ന് വന്നേ ഉള്ളു ഗൈസ്. ഇഞ്ചി ഇടുക. വെളുത്തുള്ളി വേണോ? വേണ്ട. കറിവേപ്പില, പുതിന ഇടിപ്പ് ഇടണോ? പുതിന ഇടണം. കുരുമുളക് ഇനി എടുത്തില്ല. പോവാൻ പറ. കുരുമുളക് ഇടുക. ഗൈസ്, അമ്മയ്ക്ക് തുണി പിടിച്ചുള്ള പരിചയമുള്ളൂ കേട്ടോ. മറ്റേ കൊടില് പിടിക്കാൻ അറിയത്തില്ല, അതുകൊണ്ടാണ്. പുഷ്പവലി സ്പെഷ്യൽ ചമ്മന്തി വേണ്ടവർ കോണ്ടാക്ട് ചെയ്യാൻ. ഞങ്ങളിത് ബിസിനസ് ആക്കുന്നതാണ് അല്ലേ അമ്മ? 2 ഓർഡർ ഉണ്ട്. 2 ഓർഡർ കിട്ടിയിട്ടുണ്ടെന്നാ പറഞ്ഞു. നന്നായിട്ട് മൊരിഞ്ഞു വേണം അല്ലേ? പുതിനയില, ഇനി പുതിനയില ഇതെല്ലാം കൂടി വറുക്കുക. മുളക് പൊടിയൊക്കെ വേണം. ഇതൊന്ന് മൊരിഞ്ഞു വരട്ടെ കേട്ടോ. കുറച്ച് ഉലുവ കേട്ടോ. ഞങ്ങളെല്ലാം ഓർത്ത് വരുന്നതേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ ഇതൊക്കെ നേരത്തെ എടുത്തു വെച്ചിട്ട് ചെയ്യുക കേട്ടോ. ഇത് ജീരകം ഇട്ടു. ചമ്മന്തിപ്പൊടി ആകണതിന് മുമ്പ് ഇതൊക്കെ ഇടണമെന്നേ ഉള്ളൂ. മല്ലിപ്പൊടി 1 സ്പൂൺ ഇടുക. അവനവന്റെ എരിവിനും ടേസ്റ്റിനും ആവശ്യത്തിന്. മുളക് പൊടി 1/2 സ്പൂൺ ഇടുക. നന്നായിട്ട് ഇളക്കുക, മൂപ്പിക്കുക.
ഇനി അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇത് നമ്മൾ മിക്സി കുത്തിക്കൊണ്ടിരുന്ന പോയിൻ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റില്ല, മഴ പെയ്ത് വെള്ളം ഇറങ്ങിയതുകൊണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആളെ വിളിക്കണം. അപ്പോൾ ഇനി വേറെ സ്ഥലത്ത് കൊണ്ടുപോയി മിക്സി വെച്ചിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇത്. ഇനിയിപ്പം മിക്സി നമ്മളിപ്പോൾ ഹാളിലാട്ടോ കുത്തി ചെയ്യണേ. ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകാറുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ ആളെ വിളിച്ച് അതിൻ്റെ അകത്ത് ആ വെള്ളമൊക്കെ മാറ്റിയിട്ട് വേണം. ഭിത്തിയിൽ വെള്ളം ഇറങ്ങണതാണ്. അപ്പം അതേ ഹാളിൽ വന്നിരുന്നാൽ നന്നായിട്ട് പൊടിക്കുവാണ്. ചൂടാറുണ്ടേ? ചൂടാറിയ ഇത് നന്നായിട്ട് പൊടിച്ചോണ്ട് വരണം. ഇത് കുട്ടൻ ഇവിടെ കിടന്ന് വിരകുന്നുണ്ട് ഗൈസ്. JCB. ഹായ് പറ ഇതു. ഹലോ ഗൈസ് എന്ന് പറ. ഹലോ ഗൈസ് എന്ന് ഉറക്കെ പറ. എന്നാൽ JCB വെച്ച് തരത്തില്ല. ഹലോ ഗൈസ് എന്ന് പറ. ആദ്യം അടിച്ചുകൊണ്ട് വന്ന് നന്നായിട്ട് പൊടിഞ്ഞില്ലായിരുന്നു കേട്ടോ, അതായത് അരഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഇനി ഒന്നും കൂടി നന്നായിട്ട് അടിക്കണം. ഒന്ന് ചതച്ച പോലെയായിരുന്നു ഇപ്പോൾ കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് പൊടി. ഇതിലോട്ട് ഈ പൊടിയും കൂടി ചേർത്ത് ഉപ്പും പൊടി ഇടും. ഇനി ഉപ്പും കൂടി ഇടണം. ഉപ്പിടണം. പുളിയാട്ടോ, എന്തോരം പുളി വേണം അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് പുളി ഇടുക. ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് കേട്ടോ. ഒന്നും കൂടി മിക്സിയിലിട്ട് അടിക്കുക. സെറ്റായിട്ടുണ്ട് ചമ്മന്തിപ്പൊടി. അങ്ങനെയുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. ഇതാട്ടോ ചമ്മന്തി പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി കഞ്ഞിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ വെച്ച് അലക്കാം നമുക്ക്. ദോശ, ഇഡലി, സിമ്പിൾ. അപ്പോൾ നമ്മൾ 500 സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടോ. അപ്പോൾ അതിനൊരു കുഞ്ഞ് കേക്ക് മുറിക്കുവാണ്. ക്രീം കേക്കാണ് ഉദ്ദേശിച്ചത്. ചേട്ടായി പോയപ്പോൾ പ്ലം കേക്കും മേടിച്ചുകൊണ്ടാണ് വന്നത്. എന്ത് കേക്കാണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും കൂടി ഞാനൊരു പീസ് വായി വെച്ച് തരും പോലെ ദേവൂട്ടൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അമ്മയുടെ ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യണം. അമ്മയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ അതുകൊണ്ടാട്ടോ ഇട്ടത്. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. നമ്മൾ രാത്രി ആട്ടോ മൈൻഡപ്പും ഇൻട്രോ ഒക്കെ എടുത്ത് നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് ഇന്നലെ ഇടാനിരുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇന്നലെ മറന്നുപോയി ചില സമയം കിട്ടിയില്ല എഡിറ്റൊക്കെ ചെയ്തിട്ട് വന്നപ്പോൾ. അതുകൊണ്ടാണ് ഇന്ന് ഇട്ടത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം കേട്ടോ. മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ 500 ആയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് സെലിബ്രേഷനും കൂടി നമ്മുടെ ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കണം.
ക്രീം കേക്ക് മുറിക്കാനാണ് ഇരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ചേട്ടായി ഈ പ്ലം കേക്കും കൊണ്ടാണ് വന്നത്. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് ഇതിനാണല്ലോ കൂടുതലും എല്ലാവരും പ്രയോറിറ്റി കൊടുക്കണത്, അതായത് പ്ലം കേക്കിന്. അതുകൊണ്ടാട്ടോ. അപ്പോൾ നമ്മൾ 1K ആകുമ്പോൾ ഉറപ്പായിട്ടും ക്രീം കേക്ക് മേടിച്ച് മുറിക്കുന്നതാണ് എൻ്റെ മനസ്സിലൊരു പ്ലാൻ. എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ ആ ഡിസൈനൊക്കെ കൊടുത്ത് അങ്ങനെ ചെയ്യാൻ പറ്റട്ടെ എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഒന്നുകൂടി പറഞ്ഞാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ, സീ യു.